കാശിന് വേണ്ടി ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവരും ഈ ഒരു സമയത്ത് എടുത്തു പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത് മറ്റൊരു വിഭാഗത്തെയാണ്. സ്വന്തം കുഞ്ഞിനെ ആ ഡിപ്രഷൻ കാരണം കൊന്നുകളഞ്ഞ സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ലൈവായി കാണുമ്പോൾ ആ സ്ത്രീയോട് എത്രത്തോളം റെസ്പെക്റ്റ് അയാൾക്കുണ്ടാകും എന്നുള്ളൊരു കാര്യം. നമസ്കാരം. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ഇപ്പോൾ വൈറലാണ്. 65 ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. പ്രസവത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളും അതിനുശേഷമുള്ള സന്തോഷവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവച്ചപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രസവത്തിന്റെ ലൈവ് ചിത്രീകരണം ശരിയോ തെറ്റോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. ദിയയുടെ പ്രസവത്തിൽ വേദന ആർക്കാണ്? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ 65 ലക്ഷത്തിലധികം പേർ കണ്ട ഒരു വൈറൽ വീഡിയോ. ആ വീഡിയോ ഈ കാലത്ത് വളരെ പ്രസക്തവുമാണ് എന്നല്ലേ പറയേണ്ടത്? ഈ ദിയയുടെ ആ വീഡിയോ കാണുമ്പോൾ ഏറ്റവും എന്നെ ഞെട്ടിപ്പിച്ചത് ആ കുടുംബമാണ് കേട്ടോ. ഏറെ അസൂയയോടെ ഞാൻ നോക്കിക്കണ്ടതും ആ കുടുംബത്തെയാണ്. എന്തൊരു പിന്തുണയാണവർ, അല്ലേ? നമ്മൾ അന്ന് കണ്ടതാണ് ഒരു കേസൊക്കെ, ദിയക്കെതിരെയുള്ള കേസൊക്കെ. അന്ന് നിറവയറോടെ ദിയ നിൽക്കുമ്പോൾ ആ കുടുംബം ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടു. അതേ പിന്തുണയും അതൊക്കെ തന്നെയാണ് നമ്മൾ ആ പ്രസവ സമയത്തും കണ്ടത്. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അത്. പ്രസവ വേദനയേക്കാൾ ഏറെ നമുക്ക് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എന്താകും. പ്രത്യേകിച്ച് ആദ്യ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഒരു ടെൻഷനായിരിക്കും, എന്താണ് സംഭവിക്കുക. കാരണം നമ്മൾ കേട്ട് വളർന്ന, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഭീകരതയാണ് ശരിക്കും കേട്ടിട്ടുള്ളത്. അമ്മമാർ പറഞ്ഞ് അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞ് ഒരു അനുഭവിക്കുന്നു. അതിനുശേഷം ഞാനും ശ്രീജയും ഒക്കെ ആശുപത്രികളിൽ ആ പ്രസവ വാർഡിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ പ്രസവ മുറിയിലെത്തുമ്പോൾ ശരിക്കും ഡോക്ടർമാരെയൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ. 5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൂടുതൽ ഈ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളെയൊക്കെ അങ്ങനെ പ്രസവ മുറിയിൽ കയറ്റുന്ന രീതിയൊക്കെ കുറച്ചുകൂടി സജീവമായി വന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുടുംബം മുഴുവൻ ഒരു ബർത്തിങ് സൂട്ടിൽ ഇങ്ങനെ അത്ര സന്തോഷത്തോടെ ഒരു പ്രസവത്തിന് തയ്യാറാവുക, അതിനുവേണ്ടി കുറേ ഒരുക്കങ്ങൾ നടത്തുക, അതിനുശേഷം ആ പ്രസവത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ആ വീഡിയോ പങ്കുവയ്ക്കുക. ശ്രീജ പറഞ്ഞ പോലെ പോസിറ്റീവ് എന്നതിനപ്പുറം സ്ത്രീകൾക്ക് വലിയ ധൈര്യം കൊടുക്കുന്ന, നാളെ ഇനി എൻ്റെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് അടുത്ത തലമുറയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പാഠമായി വളർന്നു വരട്ടെ, അങ്ങനെയല്ലേ ശരിക്കും? അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ കേട്ട് വളർന്നത് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന പ്രസവ കഥകളാണ്. എല്ലാവരും പലപ്പോഴും ഈ സിസേറിയൻ ചെയ്തവരോട് പോലും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വേദന അറിയാതെയല്ലേ പ്രസവിച്ചത്? നൊന്ത് പ്രസവിച്ചാലേ കുഞ്ഞിനോട് നമുക്ക് ആ ഒരു സ്നേഹം കാണുള്ളൂ. അത്തരത്തിൽ എത്ര വ്യാഖ്യാനങ്ങളാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി പ്രസവത്തിന് എല്ലാവരും ഒത്തുചേരുമ്പോഴുള്ളൊരു സന്തോഷം, ആ വേദനിക്കുന്ന ഒരു നിമിഷത്തിലും ആ കുഞ്ഞ് ജനിച്ച ശേഷമുള്ളൊരു സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ ഒരു പുതിയ അതിഥി എത്തുമ്പോൾ ആ ഒരു ചേർത്ത് നിർത്തൽ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ വിലപ്പെട്ടൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. എല്ലാവരും ഈ ഒരു സമയത്ത് എടുത്തു പറയുന്നത്, കുറ്റപ്പെടുത്തുന്നത് മറ്റൊരു വിഭാഗത്തെയാണ്. അതായത് സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാരെയും ഡോക്ടർമാരെയും ഒക്കെ. നമ്മൾ സ്വകാര്യ ആശുപത്രികൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, അവിടെ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷേ സർക്കാർ ആശുപത്രികളിൽ സ്ഥിതി അതല്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതായത് അവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ, ഇപ്പോൾ എൻ്റെ ഒരു പ്രസവം തീരുമാനിച്ചാൽ ചിലപ്പോൾ അന്ന് ഞാനോ അല്ലെങ്കിൽ 1-2 ആളുകളുടെ മാത്രമായിരിക്കും അവിടെ നടക്കുക, അല്ലെങ്കിൽ അത് അത്രയും ഒരുപാട് ആളുകളുള്ള ഒരു ആശുപത്രി ആയിരിക്കണം. പക്ഷേ സർക്കാർ ആശുപത്രി, ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ SATയിൽ ദിവസവും എത്ര പ്രസവമാണ് നടക്കുന്നത്. അപ്പം അത്രയും ഒരു തിരക്കിലെ ഒരു കാരണം കൂടി ആകാം. എപ്പോഴും അങ്ങനെ കാര്യമാണെങ്കിൽ കൂടി പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മുടെ ഇവിടെ തന്നെ സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ച ആളുകളുണ്ട്. അവർ പോലും അനുഭവം പങ്കുവെച്ചത്, എന്തിനാണ് ഇത്ര ബഹളം വെക്കുന്നത്, നിങ്ങൾക്കൊന്നും മിണ്ടാതെ കിടന്നുകൂടി, ഇതൊക്കെ ഞങ്ങളും കുറെ പെറ്റതാണ് എന്നൊക്കെയാണ് പൊതുവേ എല്ലാവരും പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലടക്കം
പലരും പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളത് എടുത്തു പറയണം, അത് പ്രശംസനീയവുമാണ്. പക്ഷേ അതിനിടയിലും കുറെ ആളുകൾ നെഗറ്റീവായി പറഞ്ഞ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ സോ കോൾഡ് കുലസ്ത്രീ നമ്മൾ അവകാശപ്പെടുന്ന അല്ലേ, ഈ ചില പുരുഷന്മാരുമുണ്ട്. ഇതൊക്കെ ഈ പ്രസവമൊക്കെ എന്തിനാണ് ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത്? ഇപ്പൊ നമ്മൾ കളിമണ്ണ് എന്ന സിനിമ ചിത്രീകരിക്കുമ്പോൾ ശ്വേതാ മേനോന്റെ പ്രസവമൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഒപ്പം ശ്വേതാ മേനോൻ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, കാശിന് വേണ്ടി ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ശരിയല്ല എന്ന് ചീത്ത കേട്ടു എന്ന് മാത്രമല്ല, അതുപോലെയുള്ള ഒരു പരാമർശങ്ങളാണ് പലരും പ്രശസ്തരായവരും സാധാരണക്കാരും ഒക്കെ നടത്തിയത്. പക്ഷെ കാലം കുറെ പിന്നിട്ടപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തിരഞ്ഞാൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഇപ്പോൾ കുറച്ച് കൂടിയത്. കാലത്തിന്റെ മാറ്റമായിരിക്കാം, സമൂഹ മാധ്യമങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനത്തിന്റെ എനിക്ക് തോന്നുന്നു അഖില, അത് ആളുകളുടെ ചിന്ത മാറി തുടങ്ങി എന്നുള്ളത് ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അന്നിതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. പക്ഷേ ഈ ഒരു വീഡിയോയെ സംബന്ധിച്ച് ആ ഒരു പിന്തുണ, കുടുംബം ഒന്നടങ്കം അത് നിന്ന് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയൊരു പിന്തുണയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഹോദരങ്ങളടക്കം എന്തോരം വൈകാരികമായിട്ടാണല്ലേ അവരുടെ ഒരു പ്രതികരണവും. നമ്മൾ സിനിമയിലൊക്കെയാണ് ഈ വേദനിപ്പിക്കുന്ന, നിലവിളിക്കുന്നു, ഉടനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, പ്രസവം കഴിയുന്നു. ഇത് നമ്മൾ സിനിമയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് ഒരു അച്ഛൻ അത് നേരെ ലൈവായി കാണുമ്പോൾ ആ സ്ത്രീയോട് എത്രത്തോളം റെസ്പെക്റ്റ് അയാൾക്കുണ്ടാകും എന്നുള്ളൊരു കാര്യം അല്ലേ, അത് നമ്മൾ പറഞ്ഞു കേട്ടതിനേക്കാൾ കണ്ടറിവ് അത് വളരെ അനുഭവത്തിലൂടെ അറിയുന്നതാണല്ലോ എപ്പോഴും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക. അച്ഛന് കുഞ്ഞിനോടുള്ള വൈകാരികമായ അടുപ്പം കുറച്ചുകൂടി കൂടും, ഭാര്യയോടുള്ള വൈകാരികമായ അടുപ്പം കൂടും. ഇപ്പോൾ ഈ ദിയയുടെ കാര്യത്തിലാണെങ്കിൽ ദിയയുടെ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇനി നാളെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികളാണ്. ഏറ്റവും ചെറിയ കുട്ടി വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ അമ്മയോ മറ്റ് സിനിമകളിൽ കണ്ടതിനപ്പുറത്തേക്ക് ശരിക്കും ജീവിതത്തിൽ അത് സ്വയം അനുഭവിക്കുന്നത് പോലെയാണല്ലോ. ആ ഒരു സിറ്റുവേഷൻ, ആ ഇമോഷൻസ് ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യും. സ്വാഭാവികമായിട്ട് ആ വീഡിയോ കാണുന്ന നമുക്ക് പോലും ഫീൽ ചെയ്യും. അങ്ങനെയാകുമ്പോൾ അത് നേരിട്ട് ഒരു ആശുപത്രി സൂട്ടിനകത്ത് കാണുന്ന ആ ആളുകൾക്ക് ഉണ്ടാകുന്ന ഇമോഷനെ വേറെയാണ്. എൻ്റെ കുടുംബം എന്നോടൊപ്പം ഇനിയും ഉണ്ടാകും, എനിക്കും അത്ര പ്രശ്നം ഉണ്ടാകില്ല, ഈ ഒരു അവസരത്തിൽ അവരെന്നെ ചേർത്ത് നിർത്തുന്നുള്ള ഒരു ധൈര്യം ധൈര്യം ഇനി വരുന്ന തലമുറയിൽ അല്ലെങ്കിൽ ഇനി പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്കും ഇത്തരത്തിൽ ആകാം, അത്ര നമ്മൾ ഈ പണ്ട് കേട്ടതുപോലെ, കഥകളിൽ കേട്ടതുപോലെ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടതുപോലെ അല്ല. ജീവിതത്തിൽ കുറച്ചുകൂടി മാറ്റം നമുക്ക് വരുത്താൻ കഴിയും, ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും. ഇപ്പോൾ വേദനരഹിത പ്രസവം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ അവലംബിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ദിയയും അത്തരത്തിൽ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിരുന്നു. പക്ഷെ എങ്കിൽ കൂടി ദിയ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് പേടിയാകുന്നുണ്ട്, എനിക്ക് അങ്ങനെ ആ ഒരു ഇത് നമ്മൾ അനുഭവിച്ച ആദ്യ അനുഭവമാണ്. അതാണ് ഒരു പ്രസവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രസവം വരെ നമ്മൾ ആ സ്ത്രീക്ക് വേണ്ടത്ര ഒരു പരിഗണന നൽകും. അതിനുശേഷം കുഞ്ഞിങ്ങ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു പരിഗണന പിന്നെ കിട്ടുക സ്വാഭാവികമായിട്ടും വളരെ കുറവായിരിക്കും. അത് ചോദിക്കുന്നെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ മാത്രമായിരിക്കും ഒരു പക്ഷെ അതിൽ നിന്നൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ പല സ്ത്രീകൾക്കും വിഷാദ രോഗം ഇതിനെ തുടർന്ന് ഉണ്ടാകാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായില്ല. ഞങ്ങൾ ഒരു ഓലക്കീറിന്റെ മറവിൽ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ വേദന വന്നു, പോയി പ്രസവിച്ചു, തിരിച്ചു പണിയെടുത്തു. പക്ഷെ കാലമൊക്കെ മാറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിത സാഹചര്യം മാറിയത് കൊണ്ടാകാം ഒരു പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുന്നത്. ഒരു രീതിയിലുള്ള നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയില്ല, രക്തമില്ല, നമുക്കറിയാം രക്തവും ഫ്ലൂയിഡും ഒക്കെ നിറഞ്ഞതാണ് ഒരു പ്രസവത്തിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ അതുപോലും കാണിക്കാതെ അല്ലെ മനോഹരമായി. അതുപോലെ ദിയയുടെ മേക്കപ്പിന്റെ കാര്യം പിന്നെ ചർച്ചയാണ് ഉണ്ടായതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ഒരു പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതികത്വം അല്ലെങ്കിൽ അതിൻ്റെ ആ മെഡിക്കൽ വിഷയം നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ കൂടി എൻ്റെ ഓർമ്മയിലാണെങ്കിൽ എൻ്റെ പ്രസവത്തിന് ഞാൻ പോകുമ്പോൾ എന്നോട് ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു ഈ നെയിൽ പോളിഷ് പോലുള്ള എല്ലാം റിമൂവ് ചെയ്ത് വളരെ ക്ലീൻ ആയിട്ട് വേണം പോകാനെന്ന്. പക്ഷേ ദിയയുടെ പ്രസവം കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങനെ ആവണം എന്നില്ല. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ എൻ്റെ കുട്ടി എന്നെ ഏറ്റവും ഭംഗിയായി കണ്ടാൽ മതി. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ദിയ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് വരുമ്പോൾ മമ്മിയെ സുന്ദരിയായിട്ട് കണ്ടുവേണം എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് എത്താനെന്ന് വളരെ പോസിറ്റീവായിട്ട് പറയുന്ന. അപ്പോൾ എത്ര പേർക്ക് അതൊരു പ്രചോദനമാണ്. നമ്മൾ ഏറെ വേദനിച്ച് കൊണ്ട് കുഞ്ഞിനെ വരവേൽക്കാതെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ കുഞ്ഞിനെ വരവേൽക്കുക എന്നുള്ളൊരു അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണാം. ശ്രീജ നേരത്തെ പറഞ്ഞല്ലോ ഈ
പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ സ്ത്രീകൾക്ക് വരും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ഒറ്റപ്പെടലിൽ തുടങ്ങുന്നതാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രസവ മുറിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു, അതിനുശേഷം കുഞ്ഞായി കഴിയുമ്പോഴും ശ്രീജ നേരത്തെ സൂചിപ്പിച്ച അതേ അവസ്ഥ പല സ്ത്രീകളും, എല്ലാ സ്ത്രീകളെയും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ പല സ്ത്രീകളും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. സ്വന്തം കുഞ്ഞിനെ ആ ഡിപ്രഷൻ കാരണം കൊന്നുകളഞ്ഞ സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷെ അതിനുശേഷം വേദനയോടെ ആ വിവരം പിന്നീട് വന്ന് പങ്കുവെച്ച സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ സ്ത്രീകളെ വളരെയധികം സഹായിക്കും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുടുംബങ്ങൾ കൂടി അത് കുറച്ചുകൂടി മനസ്സിലാക്കണം, പിന്തുണയ്ക്കണം. ഒപ്പം ആ പോസിറ്റീവിനെ എന്നും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ദിയയുടെ പ്രസവത്തിന് പിന്തുണയുമായി പ്രശസ്തരായിട്ടുള്ളവർ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ പ്രൊഫൈലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പേളി മാണിയൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു കുറിപ്പ് എൻ്റെ മനസ്സിലുണ്ട്. കുറച്ച് പ്രായമുള്ള എഴുത്തുകാരൊക്കെ അവരുടെ പ്രസവവുമായിട്ട് താരതമ്യം ചെയ്യും. എല്ലാവരും ഒരുപക്ഷെ കൊതിച്ചിട്ടുണ്ടാവും അല്ലെ? ഇതൊരു അവസരം ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ചേട്ടനൊക്കെ വിദേശത്തായിരുന്നു ചേച്ചിയുടെ പ്രസവമൊക്കെ നടന്നത്. അപ്പോൾ ചേട്ടൻ അഭിമാനത്തോടെ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി ഞാനാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചും ഇതൊരു അഭിമാന നിമിഷമാണ്. ശരിക്കും അത്തരത്തിൽ ഉള്ള ചേഞ്ചൊക്കെ നമ്മുടെ നാട്ടിലും വേണം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറണം. അതെ. അപ്പോൾ ഇതും ഒരുപക്ഷെ നമ്മൾ പണ്ട് കേട്ട അതെല്ലാം പഴങ്കഥകളായി മാറും. പുതിയ തലമുറയ്ക്ക് പ്രസവം ഒരു പ്രശ്നമേ ആയിരിക്കില്ല. ഇപ്പൊ കുറച്ചൊക്കെ മാറിയില്ലേ? കുറച്ചെല്ലാം വളരെ സജീവമായിട്ട് ആ വേദനയൊക്കെ അനുഭവിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരൊറ്റ വീഡിയോയിലൂടെ ഉണ്ടായത് വിപ്ലവമാണ്. പരമ്പരാഗത പ്രസവ കഥകൾ കേട്ട് തഴമ്പിച്ച മനസ്സുകൾക്ക് ആശ്വാസം. പ്രശസ്തിക്ക് വേണ്ടി പ്രസവം വരെ ലൈവായി ചിത്രീകരിച്ചവളെന്ന് ശ്വേതാ മേനോനെ പരിഹസിച്ച മലയാളികൾ 13 വർഷങ്ങൾക്കിപ്പുറം പ്രസവത്തിൻ്റെ ലൈവ് ചിത്രീകരണമൊക്കെ വളരെ പോസിറ്റീവായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അനുഭവിച്ച വേദനയും ഒറ്റപ്പെടലും നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന സമാധാനമാകാം ഒരുപക്ഷെ ആ മാറുന്ന ചിന്തയ്ക്ക് പിന്നിൽ. ചിന്തകൾ മാറുക തന്നെ വേണം. വേദനയില്ലാത്ത, ഒറ്റപ്പെടലുകളില്ലാത്ത പ്രസവങ്ങൾ നടക്കട്ടെ.